വെട്ടിത്തയ്ക്കാതെ അതിനെ ചെറുതാക്കാൻ ബുദ്ധിമുട്ടാണ്. പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല. അതിനെ സ്റ്റിച്ച് മടക്കി വെച്ചിട്ട് തുണി മടക്കി വെച്ചിട്ട് തയ്ച്ചാലും ചെറുതാവാൻ പറ്റും. പിന്നെ മാറ്റി വെക്കാൻ വേണമെങ്കിൽ മാറ്റി വയ്ക്കാൻ പറ്റും. അങ്ങനെയാണെങ്കിലും അത് പരിശോധിക്കാൻ എന്ത് അതിൽ തൊട്ട് കളിച്ചാൽ ഉടൻ മനസ്സിലാവും നമുക്ക്. എന്തെങ്കിലും അതിനകത്ത് ടാമ്പറിങ് വന്നാൽ ഫിസിക്കലായിട്ട് പരിശോധനയിൽ കണ്ടുപിടിക്കാൻ കഴിയും. ഈ ഓസ്ട്രേലിയക്കാരൻ ആൻഡ്രൂ സാൽവഡോർ സർവേലിയുടെ വക്കിൽ നിന്ന് ഊരി വാങ്ങിയ ശേഷം 4-ാം വർഷമാണ് താങ്കളുടെ മുമ്പിൽ എത്തുന്നത്. ഒരാൾ ഇട്ട അണ്ടർവെയർ ഊരിക്കൊണ്ടെന്ന് പരിശോധിക്കാൻ പറഞ്ഞു കൊണ്ടുവരുമ്പോൾ അതിലൊരു അസ്വസ്ഥത എന്തെങ്കിലും തോന്നിയോ? കൗതുകം തന്നെ നേരത്തെ പറഞ്ഞു. ഇന്ന് ഞാൻ ഈ കേസ് എൻ്റെ ബ്രദർ എൻ്റെ വീട്ടിൽ വിളിച്ചിരുന്നു. അപ്പോൾ പറഞ്ഞു, ചേട്ടാ ഈ ജെട്ടിയൊക്കെ ഓരോരുത്തർ കുറേ കാലം ഇട്ടുണ്ട്. അവിടുന്ന് ഞാൻ പറഞ്ഞു, ഒരു ന്യൂ ബോൺ ബേബി അമ്മയോ ഡോക്ടറോ ഗൈനക്കോളജിസ്റ്റോ എങ്ങനെയാണ് കാണുക? അതിന് ഒരു കുഴപ്പവും കൂടാതെ എടുത്ത് വളരെ എല്ലാ ശ്രദ്ധയോടും കൂടി അതിലെന്തെല്ലാം ഉണ്ടാവും അതൊന്നും പോകാതെ നഷ്ടപ്പെടാതെ പ്രശ്നങ്ങൾ വരാതെ സോൾവ് ചെയ്യണം എന്നൊരു ചിന്തയല്ലേ വരിക. അങ്ങനെ കാണുകയുള്ളൂ. ഏത് തെളിവ് വന്നാലും ആ തെളിവിൻ്റെ വൃത്തിയില്ലായ്മയോ അത് ശ്രദ്ധിക്കാറില്ല. അത് വളരെ കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ്. തുറക്കുന്നത് തന്നെ പരിശോധന ഫലത്തിന് ഒരിക്കലും അഫക്റ്റ് ചെയ്യരുത് എന്നുള്ള ചിന്തയിൽ തന്നെയാവും. ഹൈക്കോടതി വിജിലൻസിന് 94-ൽ ആദ്യം റിപ്പോർട്ട് കൊടുക്കുന്നത് അല്ലേ? അതായത് ഈ 90-ൽ കേസുണ്ടായി, 91-ൽ കേസ് ഹൈക്കോടതി വിട്ടയച്ച് കഴിഞ്ഞ് ഇതിൽ അന്വേഷണ ഉദ്യോഗസ്ഥരായ KK ജയമോഹൻ ഹൈക്കോടതി വിജിലൻസിന് പരാതി കൊടുക്കുമ്പോഴാണ് അവർ അന്വേഷിക്കാൻ തുടങ്ങുന്നത്. എനിക്ക് തോന്നുന്നു 94-ലാണ് FSLലേക്ക് ഇത് അന്വേഷണത്തിന് ഹൈക്കോടതി വിജിലൻസ് അയക്കുന്നത്. പിന്നീട് എന്തെങ്കിലും ഹൈക്കോടതി വിജിലൻസ് അയക്കുന്നു. അതിനുശേഷം പിന്നീട് പോലീസ് അന്വേഷണം. ഈ ഹൈക്കോടതി വിജിലൻസിന് കൊടുത്ത റിപ്പോർട്ടിൽ ഒരു വരി ഞാനൊന്ന് വായിക്കാം, അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമെങ്കിൽ. വെർട്ടിക്കൽ സ്റ്റിച്ചസ് ഓൺ ദ സൈഡ്സ് ആൻഡ് ദ ബോട്ടം ക്രോസ് സ്റ്റിച്ചസ് വെർ ഫൗണ്ട് ലാക്കിംഗ് ഇൻ പ്രിസിഷൻ ആൻഡ് സിമെട്രി കമ്പയർഡ് ടു ദ അതർ സ്റ്റിച്ചസ് ഓൺ ദ ജെട്ടി. തയ്യലിലെ പ്രശ്നമാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ ജെട്ടി ഉണ്ടാക്കുമ്പോൾ ഇൻവേരിയബിളി നമ്മളൊക്കെ ജെട്ടി വെയർ ചെയ്യുന്ന ഈ തരത്തിലുള്ള ജെട്ടി വെയർ ചെയ്യുന്നവരായതുകൊണ്ട് നമുക്ക് മനസ്സിലാവും ജെട്ടിയുടെ 2 വെർട്ടിക്കൽ സ്റ്റിച്ചസ് ഉണ്ടാവും 2 സൈഡിൽ. പിന്നെ ഒരു ക്രോസ് സ്റ്റിച്ചും ഉണ്ടാകും കംഫർട്ടബിളായിട്ട്. സോ ദാറ്റ് ആ സൈസിലാണ് നമ്മുടെ അരക്കെട്ട് ഭാഗം കംഫർട്ടബിളായിട്ട് ഇരിക്കേണ്ടത്. അതിൽ വ്യതിയാനം വരുത്താതെ അതിൻ്റെ സൈസിനെ മാറ്റി വേറൊരാൾക്ക് ഇടാനോ ഇടാതിരിക്കാനോ ചെയ്യാൻ കഴിയില്ല. അതാണ് അതിൽ വേണ്ടി വരുന്ന പരിശോധന. അപ്പോഴാണ് അങ്ങനെ ഒരു സാഹചര്യത്തിൽ വെർട്ടിക്കൽ സ്റ്റിച്ചസും സൈഡിലുള്ള വെർട്ടിക്കൽ 2 സ്റ്റിച്ചസും അതുപോലെ ഹൊറിസോണ്ടൽ സ്റ്റിച്ചസും ഒരു വ്യതിയാനം വരുത്തിയാൽ മാത്രമേ കംഫർട്ടബിൾ ആവുള്ളൂ. അതുകൊണ്ടാണ് ആ ഭാഗം നോക്കി പ്രത്യേകം പരിശോധനയ്ക്ക് അതെങ്ങനെയാണ് ചെറുതാക്കിയതെന്ന് പഠിച്ചത്.